ബസ്സിൽ കയറുന്ന പല പെണ്ണുങ്ങൾ കാരണം പല ആണുങ്ങളുടെ ജീവിതവും ഇല്ലാതായി പോകുന്നുണ്ട്. പല ആണുങ്ങളും കുടുംബക്കാരുടെ മുന്നിൽ നാട്ടുകാരുടെ മുന്നിൽ നാറാണക്കൽ എടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് വെറുതെ നല്ല റീച്ചിന് വേണ്ടിയിട്ട് ബസ്സിലാണ്ട് കയറും, ഫോൺ അങ്ങോട്ട് എടുക്കും, എന്നിട്ട് എന്നെ അങ്ങനെ ആക്കി, എന്നെ വരച്ച് മറ്റേതാക്കി മറിച്ചതാക്കി എന്നൊക്കെ പറയുന്ന പല പെണ്ണുങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇവിടെ വന്നിക്കാണ്ട് അവരുടെ ഫോട്ടോ വെച്ചാണ്, അവരുടെ വീഡിയോ, അവരുടെ മുഖെല്ലാം കാണിച്ചു വീഡിയോ ഇവിടെ പോസ്റ്റ് ആക്കുമ്പോഴേ ഇതേമാതിരിയൊക്കെ നമ്മുടെ സംഭവിക്കല്. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ആക്കിയുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു പെണ്ണ് ഇതേമാതിരി ഒരാളെ ഇന്നിങ്ങനെ ചെയ്തു എന്ന് ഇവിടെ പറഞ്ഞുകാണ്ടേ. ഇന്നിപ്പോ ഒരാള് ആത്മഹത്യ ചെയ്തല്ലോ, ആത്മഹത്യ ചെയ്തു. ഒരു കുടുംബനാഥനെ ആ ഒരു കുടുംബത്തിനെ നഷ്ടപ്പെട്ടു പോയി. അതിന് പെട്ടുപോകാനുള്ള മെയിൻ കാരണം എന്താണ്? ഈ ഒരൊറ്റ ഒരു വീഡിയോസ് കാരണമാണ്. ഈ കാലം വരേക്ക് മൂപ്പരാൾ പല സ്വപ്നങ്ങൾ, പല ആഗ്രഹങ്ങളെ എല്ലാം വെച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചത് എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞാണ്ട് കണ്ട് പോയിക്കാണ്ട് മൂപ്പരാൾ സഹിക്കെട്ടിന് മൂപ്പരാളേക്കാണ് ആത്മഹത്യ ചെയ്തുകൊണ്ട് എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ അത്രത്തോളം നാറിയത് കാരണം കൊണ്ട് മാത്രമല്ലത് അല്ലേ? പൊന്നാര പെണ്ണുങ്ങളെ ഈ ബസ്സിൽ കയറിക്കാൻ ഇതേമാതിരി തെണ്ടിത്തര പരിപാടികൾ ചെയ്യാൻ വേണ്ടിട്ട് പോണ പെണ്ണുങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ വെറുതെ മറ്റുള്ള ആണുങ്ങളുടെ ജീവിതം നശിപ്പിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ കുറ്റം പഠിച്ചിക്കാണ്ട് കുറച്ച് പൈസ കൊടുത്താൽ ബസ്സിൽ നിങ്ങൾ പോണ്ട. നിങ്ങൾ അത്രയും വലിയ സുജായികളാണ് എന്നുണ്ടെങ്കിൽ വലിയ വിമാനത്തിലോ ഹെലികോപ്റ്ററിലോ അല്ലെങ്കിൽ കാറ്റിൽ പറന്നിട്ടോ അല്ലെങ്കിൽ സ്വന്തം വണ്ടിയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പോയിക്കോളി. നിങ്ങൾ എന്തിനാ മറ്റുള്ള ആളുകളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഇതേമാതിരി ഒരുമാതിരി തീടെ കൂടെ പരിപാടിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ഇറങ്ങണത്? ഒരാളുടെ ജീവൻ അങ്ങോട്ട് ഇല്ലാതായി. ആരതിന് സമാധാനം പറയും? ആരതിന് ഉത്തരം പറയും? ആരാ മാന നഷ്ടത്തിന് ഇവിടെ പരിഹാരം ഇവിടെ നൽകും? പൊന്നാര പെണ്ണുങ്ങളെ നിങ്ങളെ കൈക്കുപ്പിട്ടാണ് പറയണത്. ഒരുമാതിരി എരപ്പത്തെ പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നേരം വെളുത്തുകാണ്ട് കുറ്റം പറിച്ചു കണ്ടിട്ട് നടുറോട്ട് കണ്ട് ഇറങ്ങാണ്ട് കണ്ണി കണ്ട ബസ്സിൽ കയറിക്കാണ്ട് തെണ്ടിത്തര പരിപാടികൾ ചെയ്യരുത് കേട്ടോ. ഒരു കുറച്ച് പെണ്ണുങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ കുറ്റം പറിച്ചു ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എന്ത് കാര്യമുണ്ടായി? എല്ലാ പെണ്ണുങ്ങളോടും കൂടിയിട്ടല്ല പറയണത്. ഇതേമാതിരി തെണ്ടിത്തര പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും സൂത്രത്തിനെ കണ്ണിട്ട് നോക്കിയിരിക്കുന്ന പല പെണ്ണുങ്ങളോടും കൂടിയിട്ടാണ് പറയണത്. ഇനി ഇതേമാതിരി തെണ്ടിത്തര പരിപാടിയുമായി കണ്ട് നിങ്ങൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചടി കിട്ടും എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ. ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഒരുത്തി റീച്ചിന് വേണ്ടിയിട്ട് ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. പ്രത്യേകിച്ച് സ്ത്രീകളും പെൺകുട്ടികളൊക്കെ ബസ്സിനകത്തേക്ക് അങ്ങ് കയറും, എന്നിട്ട് മൊബൈൽ അങ്ങ് ഓൺ ചെയ്ത് വെക്കും. അടുത്ത് ആരെങ്കിലും വന്ന് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ അങ്ങ് എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ അങ്ങോട്ട് ഇടും. എന്നിട്ട് പറയും അവൻ എന്റെ ഇവിടെ മുട്ടി അവിടെ മുട്ടി എന്ന് പറയും. സംഭവം മാറുന്നല്ലേ വൈറലാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വൈറലാകാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരുത്തി അവളുടെ തന്തയില്ലായ്മ കൊണ്ട് ഒരു സഹോദരന്റെ ജീവൻ തന്നെ നഷ്ടമായിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതിനെതിരെ നമ്മളും പ്രതികരിക്കുക തന്നെ ചെയ്യും. കാര്യം നമ്മളും സ്ത്രീകളാണ്. പക്ഷെ ഇതുപോലെ വൈറലാകാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവനും ജീവിതവും വെച്ച് കളിക്കുന്ന ഇതുപോലത്തെ നായിന്റെ മക്കളെയൊക്കെ ഉണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചൂല് കൊണ്ട് അടിച്ച് അവളെയൊക്കെ പറപ്പിക്കണം.